ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസുവേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 എണ്ണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ നന്നായി കനം കുറച്ചും അതുപോലെ തന്നെ കനം കൂട്ടിയും കട്ട് ചെയ്യരുത്. ഒരു മീഡിയം സൈസിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തതെങ്കിലും ഒരു മുട്ട തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദയും കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. മൈദയുടെ അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മാറ്റം വരാം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാത്തത്. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ചിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കുറേശ്ശെ ഇട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. കോൺഫ്ലോർ ചേർത്താൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പീസുകളായിട്ട് വേണം കേട്ടോ നമ്മൾ ഇടാനായിട്ട്. കൈവച്ച് തന്നെ ഓരോ പീസും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട കുത്തി നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യത്തില്ല. അത് കാരണം നമ്മൾ കൈവച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഓരോ പീസും ഇട്ട വശം തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. അല്പം നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതല്ലാതെ ഇനി കോരി മാറ്റാം. ബാക്കിയുള്ളതൊക്കെ ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോണേക്കാളും മുന്നേ ഇതിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരല്പം മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വലിയവർക്കും അതുപോലെ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുണ്ടാക്കിയാൽ ഇതിൻ്റെ ചൂട് പോണേക്കാളും മുന്നേ തന്നെ കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.